എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ സായ് പറയും ഷിക്കമരു അവൻ ഇത്രയും വലിയൊരു പേടിത്തൊണ്ടനാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതുകൊണ്ടല്ലേ ഇത്തരം ആൾക്കാരെ അവൻ റീഎൻഫോഴ്സ്മെന്റിന് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അതിനീനോ അവള് ദേഷ്യപ്പെട്ടു പറയും, അവൻ ഞങ്ങളെ വിളിച്ചു വരുത്തിയതല്ല, ഞങ്ങളായിട്ട് ഇവിടേക്ക് എത്തിയതാണെന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് ടെമരി അവള് ഗാറയോട് പറയും, കുറച്ചു ദിവസമായി ഷിക്കമരുവിന്റെ പെരുമാറ്റത്തില് എന്തോ ഒരു ഡിഫറൻസ്, അവൻ എന്തോ ഒരു കാര്യം മറച്ചു വെക്കുന്നുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഗാറ പറയും, ഇപ്പം നമ്മൾ എല്ലാവരും ഒന്നാണ്, സോ എത്രയും പെട്ടെന്ന് നീ ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് ഷിക്കമരുവിന്റെ പ്രോബ്ലം അതെന്താണെന്ന് കണ്ടെത്തി അതിന് സൊല്യൂഷൻ ഉണ്ടാക്കണം. അപ്പൊ അതേസമയം ഈനോയും ചോച്ചിയും അവർ രണ്ടുപേരും കാക്കാഷി മാസ്റ്ററെ ആളെ പോയി കണ്ട് ഷിക്കമരുവിന്റെ പ്രശ്നം അതെന്താണെന്ന് തിരക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. ചോദിച്ചു പറയും, ഷിക്കമരു ഞങ്ങളെ വിളിച്ചു വരുത്തിയതല്ല, അവനു വേണ്ടി ഞങ്ങളായി ഇവിടേക്ക് വന്നതാണ്. അതിന് ഗംഗോ പറയും, ഓ നിങ്ങളുടെ കാര്യം ഓർത്ത് എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നു, നിങ്ങളും ഇനി ഇവരെ പോലെ എന്റെ അടിമകളായി മാറാൻ പോവാണ്. അതിനീനോ അവള് പറയും, ആരാണ് നശിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. ഉടനെ രണ്ട് ടീമും വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് പരസ്പരം പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. അമരിയാണെങ്കിൽ അവളുടെ വിശറി വീശി ഫുൾ ഫോഴ്സിൽ അറ്റാക്ക് ചെയ്യും. ഈനോ അവളുടെ കൈ ചുരുട്ടി സായിയെ അറഞ്ചം പൊറഞ്ച് ഇടിക്കും. മറ്റൊരു ഭാഗത്ത് റോ അവൻ ആ ചോച്ചിയെ അറഞ്ചം പൊറഞ്ഞ് തല്ലാൻ ശ്രമിക്കാണ്. പക്ഷെ ചോച്ചി അവൻ റോയുടെ ഓരോ പഞ്ചും തട്ടി മാറ്റി അവന്റെ ബോഡി അങ്ങനെ വലുതാക്കി മാറ്റും. ചോച്ചിയുടെ ബോഡി തട്ടി ഇപ്പൊ ആ ബിൽഡിംഗ് പോലും രണ്ടായിട്ട് പിളർന്നു പോവും. തട്ടി ചെയ്താ ഇവിടെ ടെമരിയും ആ ചുന്ദരി പെണ്ണും അവരാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഫോഴ്സില് ശക്തിയില് തള്ളിക്കൊണ്ടേയിരിക്കും. ടെമരി അവളോട് ചോദിക്കും, നീ ഷിക്കമരുവിന് സപ്പോർട്ടായിട്ടല്ലേ ഇവിടേക്ക് വന്നത്, എന്നിട്ട് സെക്കൻഡുകൾ കൊണ്ട് നീ നിന്റെ മൈൻഡ് അത് ചേഞ്ച് ചെയ്തല്ലേ? അതിനവള് പറയും, ഇത്രയും കാലവും ഞാനൊരു അടിമയെ പോലെ ജീവിക്കുകയായിരുന്നു, ഇപ്പോഴാണ് ഞങ്ങളുടെ നേതാവിനെ ഞാൻ തിരിച്ചറിഞ്ഞത്, ഇനി ഞാൻ അവന്റെ കൂടെ ആയിരിക്കും പറഞ്ഞ് അവളുടെ പവർ വെച്ച് ടെമരി അറ്റാക്ക് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഷിക്കമരു ആണെങ്കിൽ ആ ഗംഗോ അവനെ തേടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഈനോ അവള് സായിയോട് പറയും, സായി നിനക്കിതെന്തു പറ്റി, നീ എങ്ങനെ ഇത്രയും പെട്ടെന്ന് ചേഞ്ചായി? നീ ലീഫ് വില്ലേജിൽ നിന്ന് പോയതിനു ശേഷം ഞാൻ നിന്നെ ഓർത്ത് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, നിന്റെ ഒരു മെസ്സേജ് ലെറ്ററിന് വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുണ്ട്, പക്ഷെ നീ ഇങ്ങനെ ചേഞ്ചായെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. കട്ട് ചെയ്താ ഇവിടെ ചോച്ചി അവനാണെങ്കിൽ ആ റോയെ തല്ലി തല്ലി താഴെ ഇടുകയാണ്. റോയ്ക്കാണെങ്കിൽ ഇപ്പോ ഒരനക്കവും ഇല്ല, അവന്റെ ബോഡിയിൽ ചക്ര ഫ്ലോ ഇല്ലാന്ന് മനസ്സിലാക്കിയ നമ്മുടെ ചോച്ചി അവന്റെ തൊട്ടടുത്തേക്ക് വരും. ചോച്ചി ക്ലോസ് എത്തിയ കറക്റ്റ് സമയത്ത് റോയ് എടുത്തു ചാടി ഇപ്പൊ ചോച്ചിയുടെ കഴുത്ത് മുറുക്കി പിടിക്കും. നീ എന്ത് കരുതി ഞാൻ ചത്തുപോയെന്നോ? ഇതാണ് എന്റെ സ്പെഷ്യൽ പവർ, ഒരു കാരണവശാലും നിങ്ങൾ ആരും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവില്ല. ഷിക്കമരുവെ ഞങ്ങളുടെ ബോസ് നേതാവ് ഗംഗോ ആളിതിനോടകം ഇല്ലാതാക്കിയിട്ടുണ്ടാവും. ആ അത് കേട്ട് ടെൻഷനായി ചോച്ചി അവന്റെ ഫുൾ പവർ എടുത്ത് റോയെ ആഞ്ഞിട്ടിക്കും. ആ ഒരു ഇടിയില് ഗംഗോ ക്രിയേറ്റ് ചെയ്ത ജിപ്സു അത് ബ്രേക്കായി റോ അവൻ നോർമലാവും. ഇവിടെ ചുന്ദരി പെണ്ണാണെങ്കിൽ അവളുടെ പവർ അത് ടെമരിക്ക് നേരെ റിലീസ് ചെയ്യും. അവളുടെ വിശറി വെച്ച് ആ ഒരു പവറിനെ ഇപ്പൊ ചുന്ദരി പെണ്ണിന്റെ നേർക്ക് തന്നെ അങ്ങനെ ഡൈവേർട്ട് ചെയ്യാണ്. ഉടനെ അവളുടെ പവർ തന്നെ അവളുടെ ബോഡിയിൽ ആഞ്ഞിടിച്ച് അവളുടെ ബോഡിയിലുള്ള ഗംഗോയുടെ പവറും ബ്രേക്ക് ആവുകയാണ്. ഇനി അവശേഷിക്കുന്നത് സായി മാത്രമാണ്. ഈനോ പറയും, എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സായിയെ ഞാൻ വിട്ടു കൊടുക്കില്ല. അവള് മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ അവനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ഷിക്കമരു അവനാണെങ്കിൽ ഒരു ഗേറ്റിന് മുൻപിൽ വന്ന് അങ്ങനെ നിൽക്കുകയാണ്. ഷിക്കമരു ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരും. അവിടെ മുഴുവൻ ഒരുപാട് പേരുടെ ഡെഡ് ബോഡി. അപ്പൊ വീണ്ടും ആ ഗംഗോ പറയും, ഇവിടെ വെച്ച് നിന്റെ പവറൊന്നും ഫലിക്കില്ല, അതുകൊണ്ടാണ് നിന്നെ തന്ത്രപരമായി ഞാൻ ഇവിടേക്ക് എത്തിച്ചത്. നിനക്ക് ആ പഴയ സാബുസ അവനെ ഓർമ്മയില്ലേ? ആക്ച്വലി ഞാൻ വിശ്വസിച്ചിരുന്നത് അവനെയാണ്. അവൻ നമുക്ക് വേണ്ടി പുതിയൊരു ലോകം തന്നെ ക്രിയേറ്റ് ചെയ്യാം എന്നെനിക്ക് വാക്ക് തന്നു. പക്ഷെ കാലങ്ങൾ കടന്നു പോകെ അവന്റെ ഉള്ളിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. അവനും മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവന്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയി. അങ്ങനെയാണ് എനിക്ക് അവനിലുണ്ടായിരുന്ന വിശ്വാസം അതില്ലാതായത്. അതിനുശേഷം ഒരു ഐഡിയൽ വില്ലേജ് ക്രിയേറ്റ് ചെയ്യാൻ സാബുസയെ ഞാൻ തന്നെ കൺട്രോൾ ചെയ്ത് വിറ്റു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇപ്പൊ ഈ ഒരു വില്ലേജ് കെട്ടിപ്പടുത്തെടുത്തത്. അത് നശിപ്പിക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. ഷിക്കമരു നിനക്ക് ഞാൻ ലാസ്റ്റായി ഒരവസരം കൂടെ തരാണ്, നീ എന്റെ കൂടെ ഈ വില്ലേജിൽ നിൽക്കണം. അതിന് ഷിക്കമരു അവൻ അടിച്ചു പറയും, ഒരിക്കലുമില്ല, എന്റെ ജനനവും ജീവിതവും മരണവും എല്ലാം തന്നെ
ലീഫ് വില്ലേജിലായിരിക്കും. ഉടനെ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇവിടെ റോയെ കാണിക്കും. അവൻ പതിയെ കണ്ണു തുറക്കും. അവനിപ്പോ തികച്ചും നോർമലാണ്. ചോച്ചിയാണെങ്കിൽ അവന്റെ കൈ പിടിച്ച് മുകളിലേക്ക് ഉയർത്തും. മറ്റൊരു ഭാഗത്ത് ടെമരി അവൾക്കും പിടികിട്ടും ആ ചുന്ദരി പെണ്ണ് അവള് നോർമലായി മാറിയെന്ന്. കട്ട് ചെയ്ത ഈനോ അവൾ ഇപ്പോഴും സായിയുടെ മൈൻഡിലേക്ക് കയറി മൈൻഡ് ട്രാൻസ്ഫർ ജിപ്സ് ഉപയോഗിച്ച് സായിയോട് സംസാരിക്കുകയാണ്. ഞാനാണ് ഈനോ, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ പറയുന്നത് ഇപ്പോഴെങ്കിലും നീ കേൾക്കണം. അതിന് സായി പറയും, എനിക്കൊരു ഫ്രണ്ട്സും ഇല്ല, എനിക്ക് ആകപ്പാടെയുള്ള 2 ഫ്രണ്ട്സ് ഈ സിംഹങ്ങളാണ്. അപ്പോഴായിരിക്കും ഈനോ പറയാ, ഒരിക്കലുമല്ല, നീ ലീഫ് വില്ലേജിലെ ഒരു ഷിനോബിയാണ്. നിനക്ക് അവിടെ ഒരുപാട് പേര് നിന്നെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ പോയി ഹഗ് ചെയ്യും. ഉടനെ സായിയും പൊട്ടിക്കരഞ്ഞ് ഗംഗോയുടെ പവറിൽ നിന്നും ഇപ്പൊ റിലീസാവും. അവൻ പതിയെ കണ്ണു തുറക്കും. സായി ടെൻഷനായി ഇപ്പൊ അവളോട് ചോദിക്കും, ഷിക്കമരു അവൻ എവിടെ? അതിനവള് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഷിക്കമരു ആ ഗംഗോയെ കണ്ടുപിടിക്കാൻ അവന്റെ പിന്നാലെ പോയി. ഓ നോ, ഒരു കാരണവശാലും അവന്റെ പിന്നാലെ പോവാൻ പാടില്ല. അവൻ സംസാരിച്ചാണ് എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അവൻ ഷിക്കമരുവേയും സംസാരിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് അവന്റെ കൺട്രോളിൽ കൊണ്ടുവരും. കട്ട് ചെയ്ത ഇവിടെ ആ ഗംഗോ അവൻ വീണ്ടും ഷിക്കമരുവിനോട് ചോദിക്കും, അപ്പൊ നീ ഒരു തരത്തിലും എന്റെ ടീമിലേക്ക് വരില്ല അല്ലേ? നീ ആ ലീഫ് വില്ലേജിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലല്ലേ? അതിന് ഷിക്കമരു പറയും, അതെ, ഒരു കാരണവശാലും എന്റെ വില്ലേജിനെ ഞാൻ ഒറ്റിക്കൊടുക്കില്ല. എനിക്ക് പ്രധാനം അതെന്റെ വില്ലേജ് തന്നെയാണ്. ഉടനെ അവൻ ചിരിക്കും. അവൻ പറയും, ഷിക്കമരു നിനക്കൊരു കാര്യം അറിയോ? ആക്ച്വലി ലീഫ് വില്ലേജിലേക്ക് മാത്രമല്ല മറ്റൊരുപാട് വില്ലേജുകളിലേക്ക് എന്റെ ഷിനോബികളെ ഞാൻ അയച്ചിട്ടുണ്ട്. ഞാനൊന്ന് വിരളിഞ്ഞൊടിച്ചാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്റെ ലക്ഷ്യം എന്റെ വില്ലേജിനെ വലിയ സ്ട്രോങ് വില്ലേജാക്കി മാറ്റുക എന്നത് മാത്രമാണ്. ഷിക്കമരു ആണെങ്കിൽ അതൊക്കെ കേട്ട് ഇപ്പോൾ ഒരു ഇല്യൂഷനിലേക്ക് പോവും. ആ ഒരു ഇല്യൂഷനിൽ ആസുമ സെൻസായുടെയും കുറേണ സെൻസയുടെ മകൾ അവളിപ്പോ ഷിക്കമരുവിന്റെ പേര് വിളിച്ച് കരയുന്നതായിട്ട് അവന് തോന്നും. ഷിക്കമരുവിന് മനസ്സിലാവും ഈ ഗംഗോ അവന്റെ സംസാരത്തിലൂടെയാണ് എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന്. ഷിക്കമരു ആണെങ്കിൽ ഇപ്പൊ പതിയെ പതിയെ മാനിപ്പുലേറ്റഡ് ആയി അവന്റെ കൺട്രോളിലേക്ക് പോകാൻ തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ഷിക്കമരുവിന്റെ തൊട്ട് പിന്നില് ഒരു നെഗറ്റീവ് ഷിക്കമരു അവൻ അങ്ങനെ നിൽക്കുകയാണ്. ഷിക്കമരുവിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ വീണ്ടും ഇപ്പൊ വിളിച്ചു പറയും, ഉറപ്പായിട്ടും ഞാൻ ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യും. എനിക്ക് നറൂട്ടോയെ ഹൊക്കാഗെ ആക്കിയേ പറ്റൂന്ന് പറഞ്ഞ് അവൻ കണ്ണു തുറക്കുമ്പോ അവന്റെ തൊട്ടു മുൻപില് ഇപ്പൊ നറൂട്ടോയെ കാണും. ഷിക്കമരു വീണ്ടും അവന്റെ സർവ്വ കൺട്രോളും പവറും ഒക്കെ എടുത്ത് കണ്ണൊക്കെ തിരുമ്മി വീണ്ടും മുൻപോട്ട് നോക്കും. അപ്പൊ അവൻ കാണും ഷിക്കമരുവിന്റെ ഒരു ചെറിയ രൂപം. അവൻ ചെറുപ്പത്തിൽ എങ്ങനെയിരുന്നോ ആ ഒരു രൂപമായിരിക്കും അവന്റെ മുൻപിലേക്ക് വരിക. ഷിക്കമരു നൈസായിട്ട് ആ കുഞ്ഞു ഷിക്കമരുവിന്റെ തലയ്ക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കും. ഉടനെ ആ ഡാർക്ക്നെസ് അത് ബ്രേക്ക് ആവാൻ തുടങ്ങും. ഗംഗയ്ക്കാണെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. അവരിപ്പോ ഷോക്കായിട്ട് ഷിക്കമരുവെ നോക്കും. ഷിക്കമരു പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു പ്രയോജനവും ഇല്ല. നിന്നെ കൊണ്ട് ഒരിക്കലും എന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല ഗംഗോ. അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാർ 6 പേരും അവിടേക്ക് സ്റ്റൈലായിട്ട് വരും. റോയും ചുന്ദരി പെണ്ണും അവർ 2 പേരും നടന്ന് ഷിക്കമരുവിന്റെ അടുത്ത് പോയി നിൽക്കും. ഗംഗോയ്ക്കാണെങ്കിൽ അവന്റെ ടെൻഷൻ കൂടി വരും. അവൻ വീണ്ടും വീണ്ടും സംസാരിച്ച് നമ്മുടെ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അത് കണ്ട ചുന്ദരി പെണ്ണ് അവളുടെ പവർ ഉപയോഗിച്ച് അവന്റെ വായിൽ തന്നെ അറ്റാക്ക് ചെയ്യും. പിന്നെ അവനെ കൊണ്ട് സംസാരിക്കാൻ കഴിയില്ല. അവള് പറയും, ഇനി നമ്മള് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് അവന്റെ കഥ കഴിക്കണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാര് ആ ഗംഗോയെ കീഴ്പ്പെടുത്തി. അതിനുശേഷം അവൻ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഓരോ ഷിനോബികളെ ആയിട്ട് അവര് റിലീസ് ചെയ്യാണ്. ഷിക്കമരു ആണെങ്കിൽ ഒരു സെക്കൻഡ് നറൂട്ടോയെ ആലോചിക്കും. താങ്ക് യു നറൂട്ടോ, നീയാണ് ഇത്തവണയും എന്നെ രക്ഷിച്ചത്. ഇല്യൂഷനില് നിന്റെ ഫേസ് കണ്ടപ്പോഴാണ് എനിക്ക് എന്നെ തിരികെ പിടിക്കാൻ കഴിഞ്ഞത്. ഷിക്കമരു ഇപ്പോ നടന്ന് ടമരിയുടെ അടുത്തേക്ക് വരും. അവൻ ടമരിയോട് പറയും, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. അടുത്ത തവണ നീ എന്നെ അടിക്കുമ്പോൾ ഒരല്പം പവർ കുറച്ച് വേണം എന്നെ അടിക്കാൻ. നിന്റെ അടിയുടെ പെയിൻ അതിപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അത് കേട്ട് ടമരിയും ഷിക്കമരുവും എല്ലാവരും പൊട്ടിച്ചിരിക്കും. മറ്റൊരു ഭാഗത്ത് സായി അവനിപ്പോ ഈനോട് താങ്ക്സ് പറയും. താങ്ക് യു സോ മച്ച് ഈനോ. നിന്നെ കാണും പോലെ തന്നെ നിന്റെ മനസ്സും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് കേട്ട് നമ്മുടെ ഈനോ അവള് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. ഉടനെ സായി അവനൊരു കളമൊക്കെ വരച്ച് അവളോട് ചോദിക്കും, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്കൊരു ഡിന്നറിന് പോയാലോ? അതേസമയം ഷിക്കമരുവും ഇപ്പൊ ടമരിയെ ഒരു ഡിന്നറിന് ക്ഷണിക്കും. ഉടനെ ടമരി അവള് നാണിച്ച് തലയൊക്കെ താഴ്ത്തി അവിടുന്ന് ഓക്കെ പറഞ്ഞ് ഓടും. അങ്ങനെ എല്ലാം ശുഭ പര്യവസാനത്തിലെത്തി. നമ്മുടെ ആൾക്കാർ തിരികെ പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.